ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും സ്കൂളുള്ളൊരു ദിവസം തന്നെയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മക്കൾക്കൊന്ന് നിർബന്ധം പത്തിരി വേണം. അപ്പോൾ അങ്ങനെ പത്തിരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ രണ്ടുപേരിൻ്റെ കൂടെ കൂടിത്തരും. പിന്നെ അതുമല്ല സ്കൂളിലേക്കും ഉച്ചയ്ക്ക് ഒരു പത്തിരി തന്നെയാണ് കൊണ്ടുപോവുക. പത്തിരി ആണെങ്കിൽ മാത്രം അവർക്ക് ഉച്ചയ്ക്ക് അത് കൊണ്ടുപോകും. അല്ലെങ്കിൽ എന്നും ചോറോ അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് സ്കൂളിൽ കൊണ്ടുപോവുക. അപ്പോൾ മക്കൾ രണ്ടുപേരും പത്തിരി കുഴയ്ക്കാനും ഉരുട്ടാനും ഒക്കെ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് പത്തിരിയൊക്കെ ഉണ്ടാക്കി. ഇനി പത്തിരിക്ക് ചിക്കൻ കറി ആയിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നാടൻ വെപ്പാണ്, നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കൂലേ, അങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ചെറുള്ളി എല്ലാം വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ് അത്രയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഈ ഒരു മസാലയും എല്ലാം നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ഈ ഒരു ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങയും മഞ്ഞളും കറിവേപ്പയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് അരച്ചിട്ട് ഈ ഒരു വെന്ത് കഴിഞ്ഞ് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പാത്രത്തിൽ കൊള്ളണ്ട്, ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി ആയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പത്തിരിയും കൂടി ചുട്ടെടുക്കണം. അപ്പോൾ പത്തിരിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് പത്തിരിയും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടം കേട്ടോ. അവർക്ക് പത്തിരിക്ക് ഈ ഒരു തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഈ ഒരു നാടൻ വെപ്പ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു കഴിച്ചത്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ സ്കൂളിലേക്കും പിന്നെ ഈ ഒരു പത്തിരിയും ചിക്കൻ കറിയും തന്നെ കേട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത്. ഇനി ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കാൻ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പടുകൂട്ടാൻ ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിന് ചേമ്പുംതാൾ ഇല്ല കേട്ടോ, വീട്ടിൽ ചേമ്പുംതാൾ ഉണ്ടതില്ല. അപ്പോൾ തറവാട്ടിൽ പോയിട്ട് ചേമ്പുംതാൾ മുറിച്ചെടുക്കുക കേട്ടോ. നമുക്ക് പടുകൂട്ടാൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉമ്മ കൊണ്ടു തന്നത് തന്നെയാണ് കേട്ടോ, പറമ്പിൽ തന്നെ എടുത്ത് കൊണ്ടു തന്നതാണ്. അപ്പോൾ ചേമ്പുംതാൾ മുറിച്ചെടുത്ത് അതും കൂടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കൂട്ടാനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ചെടുത്ത് എന്നിട്ടാണ് കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ തറവാട് തൊട്ടടുത്ത് തന്നെ കേട്ടോ, ഒരു 3-4 വീട് അപ്പുറമാണ് തറവാട്. അപ്പോൾ അവിടെ വന്നിട്ട് ഇതൊക്കെ എടുത്ത് പറിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ചെറുചേമ്പൊക്കെ ഇട്ടിട്ടാട്ടോ ഞാൻ കൂട്ടാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറുചേമ്പൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നല്ല ചൊറിച്ചിലാട്ടോ. അത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൻ്റെ സ്കിന്നിലൊക്കെ തട്ടിയാൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം അതൊക്കെ ക്ലീൻ ചെയ്യാൻ. പിന്നെ നമ്മൾ കഴുകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് ഒറ്റയ്ക്കിട്ടിട്ട് കഴുകണം. എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ടത് കഴുകിയാൽ ആകെ നല്ല ചൊറിയലായിരിക്കും. അപ്പോൾ പിന്നെ എല്ലാം പിന്നെ ഇണ്ണിക്കാമ്പുണ്ട്, വാഴേൻ്റെ ഇണ്ണിക്കാമ്പ്. അപ്പോൾ അതും ഉണ്ട്, പപ്പായ ഉണ്ട്, കപ്പ ഉണ്ട്, പിന്നെ ചെറുചേമ്പുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കൂട്ടാൻ വെക്കുന്നത്. ഇതിൽ കപ്പ മാത്രമേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ പറമ്പിലുണ്ടായ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിടുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ചേമ്പന്താൾ കുക്കറിലിട്ടിട്ട് അതൊന്ന് ഒരു കുക്കർ നിറച്ചെണ്ണുണ്ട് കേട്ടോ ഈ ഒരു ചേമ്പന്താൾ. പക്ഷെ അത് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും അത് ഫുള്ള് താന്നോളും. അപ്പോൾ അതൊന്ന് ചൂടായിട്ടൊന്ന് തിളച്ച ശേഷമാണ് ഞാൻ ബാക്കി നുറുക്കി വെച്ച കഷ്ണങ്ങളൊക്കെ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊരു 2 വിസിൽ വരട്ടെ. അപ്പോൾ നന്നായിട്ട് വേവണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി കൂട്ടാനൊക്കെയുള്ള തേങ്ങ ചിരവണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചിരവേൻ്റെ കവറ് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പേസ്റ്റിൻ്റെ കവറാത്, കാലി പേസ്റ്റിൻ്റെ കവർ, അത് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ചിരവേൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ അത് നല്ലൊരു ഐഡിയ കേട്ടോ. അപ്പോൾ അങ്ങനെ കവറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുക. പിന്നെ ചായ കുടിച്ച് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി വെക്കണം. അപ്പം നിരക്കുന്ന പാത്രങ്ങൾ നമ്മൾ പെട്ടെന്ന് കഴുകി വെച്ചാൽ നമുക്ക് പണിയൊക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അതുപോലെ തന്നെ തേങ്ങ ചിരവി കഴിഞ്ഞിട്ട് ആ ചിരവയൊക്കെ ഒന്ന് കഴുകി ആ അടപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ട് തിണ്ടൊക്കെ ഒന്ന് കഴുകാനുണ്ട്. അപ്പോൾ സോപ്പൊക്കെ ഇട്ട് തിണ്ടൊക്കെ ഒന്ന് കഴുകി എല്ലാം ക്ലീനാക്കി വെച്ചു. ഇനി തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ, കുറച്ച് നല്ല ജീരകം, 2-3 ചെറിയുള്ളി,
വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് തേങ്ങ ഒന്ന് ചതച്ചാൽ മതി കേട്ടോ, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ചതച്ചെടുത്തു. ഞാൻ കുക്കറിൽ 2 വിസിലാട്ടോ വെത്തിയിട്ടുള്ളത് കൂട്ടാൻ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലോണം വേവണം കേട്ടോ കൂട്ടാൻ, അപ്പോഴേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു അരച്ച തേങ്ങേൻ്റെ അരപ്പുണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം കൂട്ടാൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടില്ലെങ്കിൽ അത് നന്നായിട്ട് നമ്മുടെ ഈ ഒരു കയ്യിലുകൊണ്ട് നന്നായിട്ട് കുത്തി ഉടയ്ക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡിയായി. ഇനി ഈ ഒരു കൂട്ടാന് കോമ്പിനേഷന് ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടത്തിന് മത്തിക്കറി ആട്ടോ. അപ്പോൾ മത്തി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഐസ് പോട്ടെ, ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളികളൊക്കെ പൊളിച്ചെടുക്കുക. അപ്പോൾ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഞാൻ പൊളിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ ഐസൊക്കെ പോയി. അപ്പം മീൻ ഒക്കെ നന്നാക്കി ഞാൻ മീൻകറിയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിച്ച് വരെ ഇറങ്ങും കേട്ടോ. അപ്പോൾ എന്നും ഈ ഒരു സമയത്ത് തന്നെയാണ് മുറ്റടിച്ച് വരെ ഇറങ്ങുക. എന്നും അടിച്ചു വാരും, അല്ലെങ്കിൽ നല്ല പണിയായിരിക്കും കേട്ടോ. എന്നും അടിക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു ഭാരമായിട്ട് തോന്നൂല, കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചെടി നനയ്ക്കാനുണ്ടാവും. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ പുല്ലൊക്കെ നനയ്ക്കാണ്ട് കേട്ടോ. ചെടി നനയ്ക്കാൻ ഇറങ്ങിയാൽ ഏകദേശം നല്ല ടൈം എടുക്കും. ഒരുപാട് പുല്ലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നനയ്ക്കാനുണ്ടാകും. വീടിൻ്റെ എല്ലാ സൈഡും അതുപോലെ ഇങ്ങനെ പുല്ല് വെച്ചതുകൊണ്ട് തന്നെ ഒക്കെ നനയ്ക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെടിയൊക്കെ നനച്ചത് കഴിഞ്ഞിട്ട്, ചെടി നനച്ച് കഴിഞ്ഞാൽ പൈപ്പ് ഓസൊക്കെ എടുത്തിട്ട് അങ്ങനെ ചുറ്റി മുകളിൽ തന്നെ ആക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ മക്കൾ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ അതൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അതിന് നമ്മൾ നനയ്ക്കൽ കഴിഞ്ഞാൽ അപ്പം തന്നെ അതൊക്കെ എടുത്ത് വെക്കും. അങ്ങനെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ കുറച്ച് കഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻകറി ഉണ്ട്, കഞ്ഞിയുണ്ട്, പിന്നെ പടുകൂട്ടാനും ഉണ്ട്. അപ്പം അതാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോവാണ്. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഉമ്മാക്ക് കൂട്ടാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മാക്ക് കുറച്ച് കൂട്ടാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മീൻകറി വീട്ടിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കറി എടുത്തിട്ടില്ല. ഈ ഒരു കൂട്ടാൻ മാത്രം ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ വീടും തൊട്ടടുത്ത് തന്നെയാണ്. എൻ്റെ വീടും ഹസ്ബൻഡിൻ്റെ വീടൊക്കെ ഞങ്ങളെല്ലാം ഒരു ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ വീട്ടിലെത്തിട്ടോ. അങ്ങനെ വീട്ടിലെത്തി. വീട്ടിൽ ഉമ്മയും 2 ആങ്ങളമാരും 2 നാത്തൂമാരും മക്കളും ഒക്കെ ഉണ്ട്. അതിൻ്റെതാണ് പണിക്കാരൻ കർഷകൻ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ ഇന്ന് ഇവിടെ തേങ്ങ അടയ്ക്കൊക്കെ ഇട്ടോണ്ട് അപ്പോൾ ആങ്ങളിക്ക് നല്ല പണിയുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു പണിയിലാണ്. മഞ്ഞ കാട്ടെ ഇവിടെ വൃത്തി മുട്ടത് അതാ അവിടെ ഒരു തള്ള തിന്നൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ സമയം പോണത് അറിയില്ല കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. പിന്നെ അതുമല്ല, നമുക്ക് സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. പക്ഷേ എൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അങ്ങോട്ട് തിരിച്ചെത്തണം. അവരുടെ സ്കൂൾ ബസ് വരുമ്പോഴേക്കും തന്നെ വേഗം എത്തണം. അപ്പം ഞാൻ വേഗം പോകുന്നു കേട്ടോ. പിന്നെ തിരിച്ചു വന്നപ്പോൾ അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കരിക്കൊക്കെ കൊണ്ടാണ് പോന്നിട്ടുള്ളത്. അങ്ങനെ അത് അവർക്ക് ഞാൻ വെട്ടിക്കൊടുത്തു. അപ്പോൾ 2 മക്കൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ കരിക്കൊക്കെ വെട്ടിക്കൊടുത്തു. ഇനി അവർക്ക് വൈകുന്നേരത്തിന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. മുട്ട വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മുട്ട വേഗം സവാളയൊക്കെ ഇട്ടിട്ട് ഒരു മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേഗം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഈവനിങ്
ഈവനിങ് സ്നാക്സ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ മുട്ട പൊരിച്ചെടുത്തു. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് മയോണൈസും പിന്നെ കുറച്ച് കച്ചപ്പും കൂടി തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രെഡും കൂടി അതിൻ്റെ മേളിൽ വെക്കുക. വീണ്ടും കുറച്ച് മയോണൈസും കുറച്ച് കച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയില്ലേ, അതിനൊരു പീസ് എടുത്തിട്ട് വെക്കുക. പിന്നെ വീണ്ടും ഒരു ബ്രെഡ് വെക്കുക. അതിൻ്റെ മുകളിലൊരു ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ, ഇത് കയ്യിലുണ്ടെങ്കിൽ ഇതും കൂടി വെച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുട്ട വെക്കുക. അങ്ങനെ നമ്മൾ എത്ര ബ്രെഡാണോ വേണ്ടത് അത്രയും നമ്മൾ ഈ ഒരു മയോണൈസും കച്ചപ്പും ഈ ഒരു മുട്ട പൊരിച്ചതൊക്കെ വെച്ചിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും ലെയറാക്കിയിട്ട് അങ്ങനെ വെക്കുക. ഇപ്പം ഞാനൊരു 5 ലെയറാക്കിയിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെറുതെ ഞാൻ ആ മുട്ട പൊരിച്ചിട്ടുള്ള ആ ഒരു ചട്ടി തന്നെ ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരിക. ഇനി ഒന്നുമില്ലാതെ സെൻറ്റർ മുറിച്ചിട്ട് മക്കൾക്ക് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മോന് ചായയൊക്കെ കുടിച്ചു. ഞാൻ മദ്രസയിൽ പോകണം. മദ്രസ വൈകുന്നേരം ആട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത് തന്നെയാണ് മദ്രസ. അപ്പോൾ അങ്ങനെ മദ്രസയിൽ പോകും. തിരിച്ചു വരുമ്പോഴേക്കും ഏകദേശം സന്ധ്യയാവും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുണ്ടാവും. പഠിച്ചു കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഉറങ്ങാറാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.